രാവിലെ 4:30 ആയപ്പോൾ തന്നെ അമ്മ എന്നെ കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കണ്ണങ്ങോട്ട് തുറയുന്നില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയല്ലേ പറ്റൂ. അപ്പം ഞാൻ റെഡിയായി ലഗേജൊക്കെ ആയിട്ട് താഴെ ചെന്നപ്പോഴത്തേക്കും പാപ്പൻ അവിടെ ലഗേജ് എല്ലാം എടുത്ത് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അച്ഛനും അമ്മയും സിസ്റ്ററും അമ്മയുടെ അമ്മയും കൂടെ ആട്ടോ ആലപ്പുഴയ്ക്ക് പോകുന്നത്. നമുക്കിവിടെ വീട്ടിൽ നിന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 1 hour ട്രാവൽ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ഇറങ്ങട്ടെ. രാവിലെ 5 മണിക്ക് കാസർഗോഡ് NHലെ ഒരു വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആണ്. പക്ഷേ ക്യാമറയിൽ അത്രയും ക്ലാരിറ്റിയോടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ചത്. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറി അവർ ടാറ്റാ ബൈ ബൈ സി ഒക്കെ തന്ന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകും കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ പുറത്തെ വ്യൂവിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയുടെ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അമ്മ ഇങ്ങനെ പത്രത്തിൻ്റെ ആളാണ്. അമ്മ ഡെയിലി പത്രം വായിക്കും. അപ്പോൾ പത്രം കണ്ടു കഴിഞ്ഞാൽ അമ്മ അതിൻ്റെ അകത്ത് കയറും കേട്ടോ. എൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ടും എൻ്റെ തണുപ്പ് മാറാത്തതുകൊണ്ട് ഞാൻ ഒരു ഷോളൊക്കെ എടുത്ത് പൊതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ.